നമുക്കിന്ന് വറുത്തരച്ച ചേനക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 3/4 കപ്പ് ചേന ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 4-5 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിൽ കുതിർത്തിയത്, 1/2 കപ്പ് തേങ്ങ, 1 സ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ കുരുമുളക്, താളിക്കാൻ ആവശ്യമായ ഓയിൽ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പും വെള്ളവും. നമുക്ക് ആദ്യം ചേന വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന ചേന, ഒരു തക്കാളി അരിഞ്ഞത്, ആവശ്യത്തിന് വെള്ളം, എടുത്തു വച്ചേക്കുന്ന പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചേനയും തക്കാളിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്കിനി തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന തേങ്ങ, കുരുമുളക്, പെരുംജീരകം, ഈ അരിഞ്ഞു വച്ചേക്കുന്ന സവാളയിൽ നിന്ന് ഒരൽപ്പം എന്നിവ ചേർത്ത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഇത് ഞാൻ മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തീ കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലേക്ക് തീ കുറച്ച് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മൾ പൊടി ഇടുമ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങാ മിക്സ് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തേങ്ങ അരച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ബ്ലെൻഡർ എടുത്തു. അതിലേക്ക് വറുത്ത് തേങ്ങ ഇട്ട് കൊടുത്തു. ആദ്യം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിഴിഞ്ഞു വച്ചേക്കുന്ന വാളൻ പുളി, നമുക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി താളിക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന കടുക്, സവാള, വറ്റൽമുളക് എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് താളിച്ചത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചേനക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.